ഇപ്പോൾ CPIM-ന്റെ പഠന കോൺഗ്രസിൻ്റെ ലോഗോ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ തത്സമയം. സഹോദരി സഹോദരന്മാർ, നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുൻപും അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് നാം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ EMS നേതൃത്വം കൊടുത്ത് നടത്തിയ ആദ്യത്തെ പഠന കോൺഗ്രസ് നമ്മുടെ കേരളത്തിൻ്റെ വികസനം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ സംസ്ഥാനം സാധാരണഗതിയിൽ വളർച്ച പ്രാപിക്കേണ്ട അവസ്ഥയിൽ നിന്നും ഒരു 25 വർഷമെങ്കിലും പുറകിലാണ് നിൽക്കുന്നത്. കേരളത്തിൽ ഓരോ ഘട്ടത്തിലും വികസന രംഗത്ത് തിരിച്ചടികളുണ്ടായി. അത് കേരളത്തിലെ ഗവൺമെൻറ്റുകളുടെ ദിശാബോധത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. LDF ഗവൺമെൻറ് അധികാരത്തിലുള്ളപ്പോൾ തുറന്നു വരുന്ന നയങ്ങളെല്ലാം UDF ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ തുടരുന്നത്. പലതും തകർക്കുന്ന സമീപനം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി കേരളത്തിലെ ഓരോ രംഗമെടുത്താൽ, ഇപ്പോൾ അത് വിശദമായിട്ട് നമ്മൾ പറഞ്ഞു പോകേണ്ട കാര്യമില്ല, പ്രശസ്തമായ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയടക്കം നാം ഇന്ന് വളരെ പിറകിലാണ്. അപ്പോൾ നമ്മുടേതുപോലുള്ളൊരു സംസ്ഥാനം നേടേണ്ടിയിരുന്ന പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നാം എല്ലാം അഭിമാനിക്കുന്ന കേരള മോഡലിൻ്റെ ഭാഗമായി ഉള്ള നേട്ടങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ ഒരു സംസ്ഥാനം എന്ന നിലക്ക് നാം ആർജിക്കേണ്ടിയിരുന്ന പുരോഗതി ഓരോ രംഗത്തും ഏതെല്ലാം തരത്തിലുള്ള നടപടികളിലൂടെ ആർജിക്കാനാകും. ഇതാണ് കേരള പഠന കോൺഗ്രസ് വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ആ പരിശോധനയിൽ സ്വാഭാവികമായും അക്കാദമിക് പണ്ഡിതരുണ്ടാവും, ഓരോ രംഗത്തുമുള്ള വിദഗ്ധരുണ്ടാവും, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് അനുഭവമുള്ള വ്യക്തികളുമുണ്ടാകും. ഇവരെല്ലാം കൂടിച്ചേർന്നുകൊണ്ടുള്ള ഓരോ രംഗത്തെയും കുറിച്ചുള്ള ശരിയായൊരു വീക്ഷണം അവതരിപ്പിക്കാനാണ് പഠന കോൺഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ആ പഠന കോൺഗ്രസിൽ അംഗീകരിക്കപ്പെടുന്ന നയസമീപനങ്ങൾ LDF-ൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായി LDF അംഗീകരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോവിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും. LDF-ന് കൂടി അംഗീകരിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേരള വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പഠന കോൺഗ്രസിൻ്റെ ഭാഗമായി മുന്നോട്ട് വരിക എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള ഒന്നായിരിക്കും ഈ പഠന കോൺഗ്രസ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ട നാൾ മുതൽ ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ട്.
1956 കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ കേരളത്തിൻ്റെ വികസനം എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രേഖ അംഗീകരിച്ചിരുന്നു. ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയിരുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു EMSന് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അന്ന് ആ കാലയളവിൽ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിയത്. നമുക്കറിയാം, ആധുനിക കേരളത്തിൻ്റെ വികസനത്തിൽ ശക്തമായ അടിത്തറയിടുന്ന പ്രവർത്തനമായിരുന്നു ആ ഗവൺമെൻറ് നടത്തിയത്. ആ പ്രവർത്തനമാണ് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ പല മേഖലകളിലും അഭിവൃദ്ധിപ്പെടുത്താനിടയാക്കി. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന നയവൈകല്യങ്ങൾ കാരണം അത് തുടർച്ചയുണ്ടാകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് സംസ്ഥാനം ആർജിക്കേണ്ട പുരോഗതി നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിൽ ചെറുപ്പക്കാരാണ് പുറത്ത് ജോലിയെടുക്കുന്നത്. ആ ലക്ഷങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർ ആയിട്ടല്ല, ഇവിടെ ജോലിക്ക് അവസരമില്ല. നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ട് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനാകുന്നില്ല? ഓരോ മേഖല എടുത്താലും 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകാനുള്ള അവസരങ്ങൾ ഒരുക്കാൻ ഈ കൊച്ചു കേരളത്തിന് സാധിക്കും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിനത് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഫലമായി നമ്മുടെ യുവജനങ്ങൾക്ക് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അവസരം ലഭിക്കുന്നില്ല എന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ സമൂലമായ മാറ്റം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ മാറ്റത്തിൽ ശരിയായ ദിശാബോധമാണ് ഈ പഠന കോൺഗ്രസ് നൽകുക. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും, പ്രത്യേകിച്ച് നാടിൻ്റെ വികസന കാര്യത്തിൽ എപ്പോഴും താല്പര്യമെടുക്കുക എന്നത് തങ്ങളുടെ ധർമ്മമായി അംഗീകരിക്കേണ്ട മാധ്യമങ്ങളുടെ പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ലോഗോ പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.